7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങാൻ പോവുകയാണ്, പോളിംഗ് തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് വയനാട്ടിലേക്ക് വന്നാൽ കമലുണ്ട്. കമൽ, എത്രയെത്ര തെരഞ്ഞെടുപ്പുകൾ കമൽ കേരളത്തിലകത്തും പുറത്തുമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? രാവിലെ എങ്ങനെയുണ്ട്? രതീഷ്, വയനാട്ടിലെ എല്ലാ ബൂത്തുകളിലും പോളിംഗിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 1340 ബൂത്തുകളാണ് മണ്ഡലത്തിലാകെയുള്ളത്. നമുക്കറിയാം, ഈ മണ്ഡലം 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരുപാട് വിസ്തൃതിയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. 3 നിയോജക മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയിലുള്ളത്. ബാക്കി 3 മലപ്പുറം ജില്ലയിലാണ്, ഒരു മണ്ഡലം കോഴിക്കോട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ ഏരിയയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. 14,70,000-ലധികം വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത്. പോളിംഗ് ശതമാനം കുറയുമോ എന്നൊരു ആശങ്ക മുന്നണികൾക്കും 3 മുന്നണികൾക്കുമുണ്ട്. കാരണം ഇത്തരത്തിൽ പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, വിദേശ രാജ്യങ്ങളിലുള്ളവർ, അത്തരത്തിലുള്ള ആളുകളൊക്കെ വോട്ടിങ്ങിന് എത്തുമോ എന്നൊരു സംശയം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ബംഗളൂരുവിൽ നിന്ന് 7 ബസ്സുകൾ ഇന്നലെ UDF ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ആളുകൾക്ക് വോട്ട് ചെയ്യാൻ വരാനായി. കർണാടക കോൺഗ്രസ് നേതൃത്വവുമൊക്കെയായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പോളിംഗ് ശതമാനം ഉയർത്താനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ തന്നെയുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം അത് 5 തൊട്ടും 6 തൊട്ടും എന്നൊക്കെ ആയിരുന്നല്ലോ കോൺഗ്രസ് നേതാക്കൾ ആത്മവിശ്വാസം നേരത്തെ പ്രചാരണ ഘട്ടത്തിലൊക്കെ പ്രകടിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ പ്രായോഗിക പ്രശ്നമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളൊന്നും അവിടെ ഇല്ല എന്നുള്ളതൊക്കെ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. LDF ക്യാമ്പും എതിരത്തിലാണ്. ഇപ്പോൾ സത്യൻ മൊകേരി നേരത്തെ അമിത് ഷായോട് മത്സരിക്കുമ്പോൾ വിജയത്തിന് അടുത്തുവരെ എത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. പ്രചാരണ രംഗത്ത് വളരെ സജീവമായിരുന്നു. പതിവില്ലാതെ അദ്ദേഹം നൃത്തം ചെയ്യുന്നവരെ ഈ കലാശക്കൊട്ടിൽ നമ്മൾ കൽപ്പറ്റയിൽ കണ്ടതാണ്. എങ്ങനെയുണ്ട് ഈ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് എന്നൊരു തോന്നലുണ്ടാക്കാൻ LDF കഴിഞ്ഞിട്ടുണ്ടോ? പ്രചാരണ രംഗത്ത് 3 മുന്നണികളും സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥിയാണെങ്കിലും LDF സ്ഥാനാർത്ഥിയാണെങ്കിലും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രചാരണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് എല്ലാ മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ആനി രാജ മത്സരിച്ചിട്ടും വോട്ട് വിഹിതം വലിയ രീതിയിൽ ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 35,000-ഓളം വോട്ടിൻ്റെ കുറവുണ്ടായി. എങ്കിൽ കൂടി LDFൻ്റെ വോട്ട് പ്രതീക്ഷിച്ചത്ര ഉയർത്താൻ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അതിലധികം വോട്ട് നേടാനുള്ള ശ്രമമാണ് ഇടതുമുന്നണി നേതൃത്വം നടത്തിയത്. അവകാശപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, സത്യൻ മൊകേരി നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ തന്നെ സത്യൻ മൊകേരി ഈ മണ്ഡലത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച LDF സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സത്യൻ മൊകേരി എന്ന സ്ഥാനാർത്ഥിയുടെ ഒരു ഗുണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയസമ്പത്ത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് LDF കരുതുന്നത്. NDA സംബന്ധിച്ചിടത്തോളം താരതമ്യേന പുതുമുഖമായ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. പക്ഷേ പ്രചാരണ രംഗത്ത് അവർ വളരെ മികച്ച രീതിയിലാണ് പ്രചാരണം നടത്തിയത്. മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിയെത്തുകയും പ്രത്യേകിച്ച് കലാശക്കൊട്ട് ദിവസമൊക്കെ വളരെ ആവേശത്തിലായിരുന്നു NDA പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ K സുരേന്ദ്രന് 1,40,000-ലധികം വോട്ടുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 78,000 വോട്ടുകൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ച സ്ഥാനത്ത് ആ 78,000 വോട്ടുകളാണ് 1,40,000-ആയി ഉയർത്താൻ സുരേന്ദ്രന് കഴിഞ്ഞത്. ആ വോട്ട് വിഹിതം കുറയാതെ നോക്കാനുള്ള ശ്രമമാണ് NDA നടത്തുന്നത്. വലിയ ആത്മവിശ്വാസം തന്നെയാണ് NDA സ്ഥാനാർത്ഥിയും ഇന്നലെ പ്രകടിപ്പിച്ചത്. രാവിലെ സ്ഥാനാർത്ഥികൾ ആകർഷിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ നടക്കുന്ന. കൽപ്പറ്റയിൽ നിന്നാണ് രാവിലത്തെ വിവരങ്ങൾ, പൊതുചിത്രം ഇപ്പോൾ കമൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്.